നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലയ ഭയങ്കരമായിട്ട് സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ മുറിയിലിരിക്കുവാണ്. ഈ സമയത്ത് മാധവ് അങ്ങോട്ട് കടന്നു വരുന്നേ. മാധവ് ലയനെ അടിമുടിയും നോക്കി. ആഹാ കൊള്ളാലോ, ഇതെന്താ പതിവിലും വിപരീതമായിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി ഭയങ്കര സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കണേന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലയ പറഞ്ഞു അതേന്ന് പറയാണ്. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടോ എന്ന് പറയാണ്. പിന്നീട് ലയയുടെ അരിയിലേക്ക് ഒന്ന് മാധവ് ഇരിക്കുവാണ്. ഈ സമയത്ത് ലയ പറഞ്ഞു മാധവ് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയാം. അതാണോ കാര്യം? അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ശരിയാകുമെന്ന കാര്യമുള്ളെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ലയ പറഞ്ഞു അതെ എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മാധവിച്ച് എന്താ ആഗ്രഹങ്ങൾ? അല്ല ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരോടും ഒരു പ്രശ്നത്തിനും പോയില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ മാധവ് പറഞ്ഞു അതെ നമ്മുടെ മനസ്സിലുള്ള ദേഷ്യം വിദ്വേഷവും ഒക്കെ ആദ്യം എടുത്തു കളയണം. അങ്ങനെയൊക്കെ എടുത്തു കളഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ആശ്വാസം ആകുകയും ചെയ്യും. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് പറയണം. ലയ പറഞ്ഞു ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോടും ദേഷ്യത്തിനും പിണക്കത്തിനോ പരിഭവത്തിനോ ഒന്നും പോയില്ല എന്ന് പറയണം. മാധവ് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം. പിന്നീട് മാധവ് ലയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ സമയത്ത് ലയ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നീട് അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട്. പാത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞൊരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിന്. ആ പാത്രമായിട്ട് ലയ നേരെ മാധവിൻ്റെ അടുത്തേക്ക് വരുവാണ്. മാധവിനോട് വന്നിട്ട് പറഞ്ഞു മാധവേ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതെടുത്ത് കുറച്ച് ഇതിനകത്തുനിന്ന് കുടിക്കണമെന്ന് പറയാം. അല്ല ഇതെന്താന്ന് ചോദിക്കുവാണ്. അതൊരു ഭരണിക്കകത്ത് ചെറിയൊരു കുഞ്ഞു ഭരണിയാണ്, അതിനകത്ത് അടച്ചു വെച്ചിരിക്കുവായിരുന്നത്. ഇതൊരു മരുന്നാന്ന് പറയണം. മരുന്നോ? അതെ ഇന്നും അമ്മ പോയി ഒരു സ്വാമിയോട് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടിയൊരു ദിവ്യ ഔഷധമാണ്. ഇത് കൂട്ട് കുറച്ച് മാധവ് കുടിക്കണം, പകുതി ഞാനും കുടിക്കണമെന്ന് പറയണം. ഇതെന്തിനാ? നമുക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാന്ന് പറയണം. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുഞ്ഞുണ്ടാവുന്ന സ്വാമി പറഞ്ഞെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാധവ് അത് ബലമായിട്ടും കൂടെ പിടിച്ചു വാങ്ങി. നീ ഇത്ര മരം മണ്ടിയായി പോയാലേന്ന് ചോദിക്കാം. അതെന്താ എടി ഇങ്ങനെ സ്വാമിയാരൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവരും ഇതുപോലത്തെ കുറച്ച് ദിവ്യൌഷധം മേടിച്ച് വെച്ചാൽ മതിയല്ലോ, എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ലോ എന്ന് പറയണം. മാധവേ ഈ നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. പിന്നെ നിനക്കെങ്കിലും വിവരം വിദ്യാഭ്യാസം ഉള്ളല്ലേ, നീയെങ്കിലും ഈ പൊട്ടത്തരത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് ഞാൻ കരുതി. ഒന്നൊരു സ്വാമിയുടെ അടുത്ത് പോയത് ഓർമ്മയുണ്ടല്ലോ, കൈലാസ സ്വാമികളുടെ അടുത്ത്. പിന്നീട് എന്താ സംഭവിച്ചേ? തിരുവളുടെ അരികിൽ നിന്ന് കിട്ടേണ്ടതല്ലായിരുന്നോ? ഭാഗ്യം കൊണ്ട് ആ ഇഷിതയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്പോഴോ അടുത്തടുത്തേക്ക് പോയി ചാടിയേക്ക് ഉടഞ്ഞു വയ്ക്കും. ദേ മാധവേ വെറുതെ കളിക്കരുത്, അത് നിങ്ങൾ തരാൻ പറയണം. തരാനാ? ഞാൻ കാണിച്ചായിരുന്നുണ്ടെന്ന് പറയണം. അതുകൊണ്ട് മാധവ് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പം അവിടെ മനസ്സിനെയും മഹേഷിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മാധവ് എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് ഇവിടെ ചിലരുടെയൊക്കെ വിശ്വാസം. അതൊക്കെ പക്ഷെ വെറുതെ ആയിട്ടുള്ള കാര്യമെന്ന് പറയണം. മഹേശ്വര ചോദിച്ചു നീ എന്തൊക്കെയാടാ പറയണമെന്ന് ചോദിക്കും. ഒന്നും മനസ്സിലായില്ല ഏട്ടനല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ലയ അങ്ങോട്ട് ഓടി വന്നിട്ട് മാധവനോട് പറഞ്ഞു മാധവേ അതിങ്ങ് തരാൻ പറയണം. എടി ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോകുമെന്ന് പറയണേ. ചാവാനുള്ള സാധനമോ ഇതാരാ കൊണ്ട് തന്നേന്നൊക്കെ മഹേശ്വർ ചോദിക്കുക. വേറെ ആര്? അമ്മ തന്നെയെന്ന് പറയണേ. അമ്മയോ? എടാ ഞാനിത് ചാവാൻ കൊണ്ട് തന്നൊന്നും അല്ലെന്ന് പറയാം. എൻ്റെ അമ്മേ ഇത് ഇരിക്കുന്ന കണ്ടാൽ തന്നെ ഞാൻ കാടകൂട വിഷവാത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചത്തുപോകുള്ളൂ. ഞങ്ങൾ രണ്ടുപേരുടെ മരണത്തിന് അതേ അമ്മ ഉത്തരവാദിത്തം പറയേണ്ട വരുമെന്ന് പറയണം. എടാ മോനെ അത് കളയില്ലെന്ന് പറയാം. പിന്നെ കളയാതെ എൻ്റെ അമ്മ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഒഴിവാക്കി കൂടെ? അമ്മയ്ക്കിനെ ഒട്ടും ബോധം വരുമല്ലേന്ന് ചോദിക്കുകയാണ്. എടാ മോനെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേ ഇവൾക്ക് വേണ്ടേ എന്താണെന്നറിയോ, നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് വേണ്ടേ. അതിന് പകരം ഇതുപോലെ പൊട്ടത്തരമൊക്കെ കാണിച്ച് നടക്കാതെ അമ്മയ്ക്ക് ഒന്നുമില്ലേലും അമ്മ ഇത്ര ലോകം കണ്ടൊരു വ്യക്തിയല്ലേ, അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇതിനൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോകും. ഓ അമ്മയ്ക്ക് അതാണ് ആഗ്രഹമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. അല്ലട മോനെ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് മാധവം കൂടെ ഒഴിച്ച് കളയാൻ പോയി കഴിഞ്ഞപ്പോൾ ലയ അങ്ങോട്ട് പിടിക്കുകയാണ്. ലയനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു തൊട്ട് പോരോന്ന് പറയണം. ഈ വിഷം കഴിച്ച് മരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയണം. അതങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞു. പിന്നീട് ലയയോട് പറഞ്ഞു ദേ നീ ഒരു കാര്യം ചെയ്യുക, വല്ല ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്, അല്ലാതെ ഇത് കഴിച്ചിട്ട് കുഞ്ഞുണ്ടാക്കാനല്ല നോക്കുന്നത്. അമ്മയ്ക്കൂടെ നാണമില്ലാത്ത പരിപാടിയാണ് അമ്മ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനസ്സിന് പറഞ്ഞു എടാ ഒരു നല്ല കാര്യമല്ല എന്ന് ചോദിക്കണം. നല്ല കാര്യമോ? ഇതാണോ അവൻ നല്ല കാര്യം? അത്രയ്ക്ക് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അമ്മ ഓരോ പൊട്ടത്തരങ്ങളെ കാണിച്ചു കൂട്ടി വെക്കും അല്ലേ, അത് വിശ്വസിക്കാനായിട്ട് ഇരിക്കും. എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ ചെയ്യുന്ന ദൈവം തമ്പരാന് മാത്രം അറിയാമെന്ന് പറയണം. എടാ അതിന് എത്ര രൂപയായെന്ന് അറിയാമെന്ന് ചോദിക്കും. എത്ര രൂപയായെങ്കിൽ എനിക്കെന്താ കുഴപ്പം? അമ്മയോട് ആരാ പറഞ്ഞ ഇങ്ങനത്തെയൊക്കെ പോയി മേടിക്കാനായിട്ട്? എത്ര രൂപയായാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പിന്നെ
ഇതെൻ്റെ ഭാര്യയുടെ കാര്യമാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചോളാം. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഇനി മേലാൽ അമ്മ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അമ്മ ഒരു മരുന്നും മന്ത്രമായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ബാലയെന്നും പറഞ്ഞ് ലയേനും കൂട്ടിക്കൊണ്ടോട് പോവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ആഷിത വരുന്നത്. ആഷിത കണ്ടത്. പിന്നീട് മനസ്സിനെയും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആഷിത വന്നിട്ട് മഹേഷിനോട് പറഞ്ഞു, ഓ ഇപ്പം സമാധാനമായല്ലോ. അമ്മ എന്തൊക്കെയോ മരുന്ന് കൊടുത്ത് പാവ ലയയുടെയും മാധവിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ നോക്കിയതാ. കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്. അവൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ അവനറിയാന്ന്. അവൻ ശരിക്കും ആണത്തമുള്ളവനാ. അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങളെപ്പോലെയല്ല. അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുകയല്ല ചെയ്തേ. അവൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ അവനറിയാന്ന് അമ്മയുടെ മുത്ത് നോക്കി പറഞ്ഞു. നിങ്ങൾ എന്നാണോ അവ അങ്ങനെയൊന്ന് പറയണേ? എൻ്റെ ഭർത്താവിൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ അനുജനെ കണ്ടുപഠിക്കുകയോ ചെയ്യണ്ടേ? അല്ലെങ്കിൽ നല്ലതൊന്നും കണ്ടുപഠിക്കത്തില്ലോ എന്ന് പറയണേ. എടി ഒരവസരം കിട്ടിയപ്പോൾ നീ കുത്തി നോക്കുകയല്ലേന്ന് ചോദിക്കും. കുത്തി നോവിച്ചാണോ? ഉള്ളത് പറഞ്ഞല്ലേ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ആഷിത ഒന്ന് പുച്ഛിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. മഹേശ്വർ ആകെപ്പാടെ നാണം കെട്ടുപോയി. പിന്നീട് മഹേഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. ചിപ്പിമോള് വന്നിട്ട് പറഞ്ഞു, ഡാഡി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഒന്നുമില്ല മോളെ. അതെ, ഡാഡിക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം. എന്താ? ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഇതിലേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? എന്ത്? ഡാഡിക്ക് സുഖമാണോന്ന്. എനിക്ക് സുഖമാണെന്നോ? വെറുതെ തള്ളി മറിക്കില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വന്നു. ഇഷ്ടമേ, ഞാൻ പറഞ്ഞിട്ട് ഡാഡി വിശ്വസിക്കുന്നില്ലെന്ന് പറയാം. എന്ത്? ഡാഡിയെക്കുറിച്ച് ഇന്ന് ആദ്യമായിട്ടും ചോദിച്ചെന്ന്. അതാണ് ആ കാര്യം. അതെന്താണെങ്കിലും എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. നിന്റെ ഡാഡിയെ ആദ്യം തിരിച്ചറിയുന്നു, സ്നേഹിക്കുന്നുള്ള കാര്യം. പക്ഷെ ഡാഡിക്കത് മനസ്സിലാകുന്നില്ലല്ലോ. അത് ചിലർക്ക് അങ്ങനെയാ മോളെ, മനസ്സിലാകത്തില്ലെന്ന് പറയണം. ഈ സമയത്ത് മഹേഷ് പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാമെന്ന് ചോദിക്കുക. ചിപ്പിമോള് പറഞ്ഞു, ഡാഡിയുടെ അടുത്ത് എന്നാ ഈ മോള് കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്? കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. എങ്കിൽ പിന്നെ വിശ്വസിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ മഹേഷിന് സന്തോഷമായി. ഇഷിത പറഞ്ഞു, അതെ മഹേഷ് വിഷമിക്കൊന്നും വേണ്ട. അത് ചോദിച്ചു തന്നെ ആയിരിക്കും ആദ്യം എന്ന് പറയാം. എനിക്കറിയാം അധികം നാൾ അവനിങ്ങനെ മഹേഷിൽ നിന്ന് അകന്നിരിക്കാൻ കഴിയില്ല എന്ന് പറയണം. ആ സമയത്ത് ചിപ്പിമോള് പറഞ്ഞു, പിന്നീട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ അവിടെ സ്കൂളിലെ കിരണേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് പറന്ന് പറയണം, ഒരു മോള് പറന്ന് പറയണം. ആണോ? കിരണേട്ടൻ ഒരു കുഞ്ഞനിയത്തി ഉണ്ടായെന്ന് പറയാം. അതിന് സീഡ്സൊക്കെ തന്നായിരുന്നു പറയാം. അല്ലമ്മേ, നമുക്ക് എപ്പോഴാ ഇവിടെ ഒരു കുഞ്ഞ് പറക്കണമെന്ന് ചോദിക്കുക. കുഞ്ഞ് പറക്കുന്നോ? അതെ, എനിക്കൊരു അനുജനോ അനുജത്തിയോ വേണം. ശരിക്കും പറഞ്ഞാൽ ആദ്യേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ലായിരുന്നു. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യേട്ടൻ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു അനുജനോ അനുജത്തിയോ വേണമെന്ന് താല്പര്യമുണ്ട്. അമ്മ എപ്പോഴും എനിക്കൊരു കുഞ്ഞിനെ തരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പെട്ടു. പിന്നീട് മഹേഷിനോട് ചോദിച്ചു, അല്ലച്ചാ എനിക്കൊരു കുഞ്ഞിനെ തരുന്ന എപ്പോഴാണ്? നിങ്ങൾ രണ്ടുപേരും എന്താണ് മിണ്ടാത്തതെന്ന് ചോദിക്കും. മഹേഷ് പറഞ്ഞു, എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലോ. അതൊക്കെ നിൻ്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയണം. മഹേഷ് പതുക്കെ കൈയൊഴിഞ്ഞു. ആ സമയം ഇഷ്ടത പറഞ്ഞു, അത് പിന്നെ മോളെ അതൊക്കെ അതിനെ നടക്കേണ്ടതായ സമയത്ത് നടക്കുമെന്ന് പറയണം. എന്നാലും എനിക്ക് കൃത്യമായിട്ടൊരു കാലാവധി പറയണം. അമ്മയല്ലേ കുഞ്ഞിനെ തരുന്നേ, എപ്പോഴാണ് അമ്മ എനിക്ക് കുഞ്ഞിനെ തരുന്നതെന്ന് പറയണമെന്ന് പറയാം. അത് പിന്നെ തരാം, മോളിങ്ങനെ സമാധാനപ്പെട്, സമയമുണ്ടല്ലോ എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മോൾക്കിപ്പോൾ ഒരു കൂട്ടല്ല വേണ്ടതെന്ന് ചോദിക്കും. അതെ, അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാം. മഹേഷ് പറഞ്ഞു, അത് ന്യായമായിട്ടുള്ള കാര്യമാണ് ചിപ്പിമോളുടെ. എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയണം. ആ സമയത്ത് ഇഷിത മഹേഷ് എന്ന് വിളിക്കുകയാണ്. മഹേഷ് ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കുവാണ്. അങ്ങനെ ചിപ്പിമോളെ കൊണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അല്ല ചിപ്പിമോള് പറഞ്ഞ കാര്യത്തിന് എപ്പോഴാണ് തീരുമാനം? എന്ത് കാര്യത്തിന്? കുഞ്ഞിൻ്റെ കാര്യത്തിന്. ഓ അതാണോ? ഞാൻ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയണം. ആദ്യം കൂട്ടിക്കൊണ്ട് വരാനാണ്? അതെ. എന്താ കുഴപ്പം? ആദ്യം ഇങ്ങോട്ടേക്ക് വന്നാൽ പോരേന്ന് ചോദിക്കുകയാണ്. അവൻ വന്ന കാര്യങ്ങൾക്കൊക്കെ പ്രശ്നത്തിന് പരിഹാരം ആവില്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും മഹേഷിൻ്റെ മുഖം കൂടെ മാറി. ഈ സമയം ഇഷ്ടം പറഞ്ഞു, അതെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുനടക്കണ്ട. മഹേഷിൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. ആ സമയം മഹേഷ് ശരിക്കും ഒന്ന് ചമ്മി. പിന്നീട് ആദ്യം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രചന അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ആദ്യം നീ ഇത് എവിടെയാന്ന് ചോദിക്കുക. ഞാനിവിടെ തന്നെ ഇരിക്കുന്ന അമ്മ കണ്ടില്ലേ? എടാ നിന്റെ മനസ്സ് ഏത് ലോകത്താന്ന് ഞാൻ ചോദിച്ചേ. ഓ അതാണോ? അതൊന്നും ഇല്ലാന്ന് പറയണം. എനിക്കറിയാം നീ ഇവിടെയാണെങ്കിൽ നിന്റെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലാന്ന്. നീ എന്തോ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യം എന്ന് വെച്ചാൽ പറ. അല്ല അത് പിന്നെ അമ്മേ, ഞാൻ എൻ്റെ ഡാഡിയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു പറയാം. ഡാഡിയെക്കുറിച്ചോ? അതെ. പെട്ടെന്ന് രചനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഈ സമയത്ത് രചന ചോദിച്ചു, എന്താടാ ഇപ്പം ഇത്ര ചിന്തിക്കാൻ മാത്രം? ചിപ്പിക്ക് എത്ര സന്തോഷമല്ലേ? ചിപ്പി അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡാഡി ഞാനും അമ്മയും കൂടെ സന്തോഷമായിട്ട് ജീവിതമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എനിക്കതൊക്കെ ഓർക്കും കൊതിയാന്ന് പറയണം. അത് കേട്ടുമ്പോൾ രചന പറഞ്ഞു, എടാ ആദി നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഡാഡിയെക്കുറിച്ചൊക്കെ അയാളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല എന്നിട്ടാന്ന് പറയണം. പക്ഷേ എങ്കിൽ ആദ്യം അത് സമ്മതിച്ചില്ല. ആദ്യം പറഞ്ഞു,
അമ്മേ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയണേ. എനിക്കറിയാം ഇപ്പം നിന്റെ മനസ്സിൽ അങ്ങോട്ടാ ചാഞ്ചാട്ടം. നീ ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയണം. ആദ്യം പറഞ്ഞു, അതൊരിക്കലും ഇല്ലമ്മേ, ഞാൻ അങ്ങനെ പോകത്തൊന്നും ഇല്ലയെന്ന് പറയണേ. അമ്മയെ വിട്ടിട്ട് എനിക്ക് പോകാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും രചനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആദ്യം ചേർത്ത് പിടിക്കണം. ആ സമയത്ത് ആദ്യം പറഞ്ഞു, എന്നാലും എനിക്ക് ചിപ്പിമോളെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടെന്ന് പറയണം. ചിപ്പിമോളും കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിലോ. എടാ, അതിന് നീ അവളെ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, അവൾ വരട്ടെ എന്ന് പറയാം. അവൾ ഇങ്ങോട്ട് വരത്തില്ലമ്മേ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ രജനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രജനി ഇരിക്കുമ്പോൾ ആദ്യം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നെ ഇവിടെ ചിപ്പിമോൾ രാമനാഥൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛനൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം. എന്ത്? അധികം വൈകാതെ എനിക്കൊരു കുഞ്ഞനുജനോ അനുജിത്തിയോ വരുമെന്ന് പറയണം. ആഹാ, കൊള്ളാലോ. നിന്നോട് ഈ കാര്യം ആരാ പറഞ്ഞേ? എന്നോട് അമ്മ അച്ഛനോ പറഞ്ഞേ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോഴേക്ക് സ്വപ്നയിൽ എന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ സന്തോഷ വാർത്ത പറയണമെന്ന് ചോദിക്കുക. അത് പിന്നെ ചിപ്പിമോൾ പറയണു, ചിപ്പിമോൾക്ക് ഒരു അനുജനോ അനുജത്തിയോ ഉടനെ വേണമെന്ന്. അതിനെക്കുറിച്ചാന്ന് പറയണം. അത് കേട്ടപ്പോൾ സ്വപ്നവല്ലിയുടെ ഭാവം കൊണ്ട് മാറി. സ്വപ്നവല്ലി പെട്ടെന്നും രാമനാഥനോട് ചോദിച്ചു, രാമ, നിങ്ങൾ എന്താ എപ്പോഴും ഈ കൊച്ചിനോടൊപ്പം നിൽക്കുന്നേ? നിങ്ങൾക്കിപ്പോൾ ഇതാണ് ചിന്തയെന്ന് ചോദിക്കും. എന്ത്? അല്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മോൻ ഒരാളാ ജയിലിൽ കിടക്കുന്നത്, ആ ചിന്തയും ഭാവവും നിൽക്കില്ലേന്ന് ചോദിക്കും. നിങ്ങളിത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ കാപ്പെടാൻ വിഷമമായി. പിന്നീട് ചിപ്പിമോൾ പറഞ്ഞു, എടി, നിന്റെ മമ്മി നിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വേറെ വേണം നീ പറയുമായിരുന്നു എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിപ്പിമോൾ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.